നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്ന് അതിദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ജോലി ചെയ്യുന്നതിനിടയിൽ ഭാരമുള്ള ഇരുമ്പ് കഷ്ണങ്ങൾ ദേഹത്ത് വീണ് പ്രവാസി മരിച്ചു. ഉത്തർപ്രദേശ് അസംഗഡ് സ്വദേശി ദിൽഷാദ് അഹമ്മദാണ് ജുബൈലിൽ മരിച്ചത്. 55 വയസ്സായിരുന്നു. സ്വകാര്യ കമ്പനിയിലെ ജോലിക്കിടെയാണ് അപകടമുണ്ടായത്. വലിയ ഭാരമുള്ള ഇരുമ്പ് കഷ്ണങ്ങൾ ശരീരത്തിലേക്ക് വീണ് ഗുരുതരമായി അഹമ്മദിന് പരിക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ റോയൽ കമ്മീഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ജുബൈലിലെ സ്വകാര്യ കമ്പനിയിൽ പെട്രോൾ എഞ്ചിൻ മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു മരണപ്പെട്ട ദിൽഷാദ് അഹമ്മദ്. മൃതദേഹം റോയൽ കമ്മീഷൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് മരണാനന്തര നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സൗദിയിൽ എണ്ണ ടാങ്കർ അറ്റകുറ്റപ്പണിക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ മലയാളിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ആലപ്പുഴ മാവേലിക്കര സ്വദേശി പറക്കാട് ഫിലിപ്പ് ജോർജാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. യമാമ കമ്പനിയിലെ ഗ്യാരേജിലെ വെൽഡർ ആയിരുന്നു. റിയാദിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ മുസാഹ്മയയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ അപകടം ഉണ്ടായത്. അരാംകോയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന ടാങ്കർ ചോർച്ചയെ തുടർന്ന് വർക്ക്ഷോപ്പിൽ എത്തിച്ചു. ഈ സമയം ഫിലിപ്പ് ജോർജ് ക്രൂഡ് ഓയിൽ ടാങ്കിന്റെ ചോർച്ച അടയ്ക്കുന്നതിന്റെ ഭാഗമായി വെൽഡ് ചെയ്യുന്നതിനിടെ സ്ഫോടനം ഉണ്ടാവുകയും തെറിച്ചു വീഴുകയുമായിരുന്നു. കെട്ടിടത്തിന്റെ മുകളിലേക്ക് തെറിച്ചു വീണ ഇദ്ദേഹത്തെ പോലീസ് എത്തിയാണ് പുറത്തെടുത്തത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം മുസാഹ്മിയ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഭാര്യയും 2 മക്കളുമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇതുകൂടാതെ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് പ്രവാസി യുവാവ് സൗദി അറേബ്യയിൽ മരണപ്പെട്ടു. ബീഹാർ സിവാൻ സ്വദേശി ഭുട്ടു അലിയാണ് ജുബൈലിൽ മരിച്ചത്. 37 വയസ്സായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും തലച്ചോറിലും ഹൃദയത്തിലും അണുബാധയുണ്ടായതിനെ തുടർന്ന് അന്ത്യം സംഭവിക്കുകയായിരുന്നു. ജുബൈലിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഭുട്ടു. മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.